ദുബായ് സിറ്റി വൈബൊക്കെ വിട്ടിട്ട് ഇന്ന് കുറച്ച് പീസ് ആൻഡ് കാം ആയിട്ടുള്ള പ്ലേസിലോട്ടൊക്കെയാണ് കേട്ടോ പോകുന്നത്. സിറ്റിയിൽ നിന്ന് കുറച്ച് ദൂരം ട്രാവൽ ചെയ്ത് എത്തിച്ചേരുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണ്ട് ക്ലാസ്മേറ്റ് ബുക്കിലൊക്കെ ഫ്രണ്ട് പേജിൽ കാണുന്ന ഫ്ലെയിമിംഗ് ബേർഡ്സ് ഉണ്ടല്ലോ, അത് തന്നെയാണ് കേട്ടോ. വൈറ്റ് ബേർഡ്സ് വെള്ളത്തിൽ ഇങ്ങനെ ഗ്രൂപ്പായി നിൽക്കുന്നതും സ്ലോലി നടക്കുന്നതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഫോട്ടോ എടുക്കാനും വീഡിയോ ക്യാപ്ചർ ചെയ്യാനൊക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സ്പോട്ടാണ്. പിന്നെ ഇവിടെ മറ്റൊരു മെയിൻ അട്രാക്ഷനായിട്ട് തോന്നിയത് ഫിഷാണ് കേട്ടോ. വെള്ളത്തിൽ കുറേ ഫിഷ് ഉണ്ടായിരുന്നു. നമുക്ക് അവർക്ക് ഫുഡൊക്കെ ഫീഡ് ചെയ്യാനൊക്കെ പറ്റും. അവ കൂട്ടായിട്ട് വരുന്നത് കാണാൻ തന്നെ നല്ലൊരു ഫൺ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എസ്പെഷ്യലി കിഡ്സിനും അഡൾട്ട്സിനും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണിത്. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ അവിടെ നിന്ന്. ഞങ്ങൾ ഏകദേശം ഒരു 6 മണിയൊക്കെ ആകുമ്പോഴാണ് അവിടെ എത്തിയത്. അപ്പോഴത്തേക്കും നല്ല ഒരു ക്ലൈമറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയൊരു ചൂടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറേ പേര് പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. സൈഡിൽ ഒരു ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട്. എന്തായാലും ഒരുപാട് റഷൊന്നും ഇല്ലാത്തൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. പിന്നെ വേറൊരു സൈഡിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ വാട്ടർ ഏരിയ ക്രോസ് ചെയ്യണം. അത് വലിയ ഡീപ്പൊന്നും ഇല്ല കേട്ടോ. ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയ ഒരു പോണ്ട് പോലെയാണ് എനിക്ക് തോന്നിയത്. അതിലൂടെ നടക്കുമ്പോൾ നല്ല നാറ്റം ഉണ്ടായിരുന്നു. ബട്ട് ഓവറോൾ അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മൾ തിരിച്ചു വരുമ്പോൾ നല്ല ഇരുട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഈ അനാക്കൊണ്ട സിനിമയിലൊക്കെ ഇങ്ങനെ വെള്ളത്തിലൂടെ നടക്കൂലേ, ആ ഒരു സീനാണ് കേട്ടോ ഓർമ്മ വന്നത്. അങ്ങനെ വെള്ളം ക്രോസ് ചെയ്തിട്ട് എത്തുന്ന ഒരു സ്പോട്ടാണ് ഇവിടെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ പിക്സൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. ഓവറോൾ ഇറ്റ് വാസ് എ റിയലി നൈസ് സ്പോട്ടാണ്. ചില്ലായിട്ട് സ്പെൻഡ് ചെയ്യാനും ഫോട്ടോസൊക്കെ എടുക്കാൻ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിയിൽ ചെറിയ മാനിനൊക്കെ കണ്ടു കേട്ടോ. വയനാടും ഇടുക്കിയിലൊക്കെ പോയിട്ട് വരുന്നൊരു ഫീലാണ് തോന്നിയത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയുള്ള ഗൈസ്, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.